നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഷേൽ ഷാജി, ആ കണ്ണുകളിലെ മാന്ത്രിക, അതായിരുന്നു ആ പെൺകുട്ടിയെ എവിടെയും ആകർഷകമാക്കിയത്. ഒപ്പം ആരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന പെരുമാറ്റവും എപ്പോഴും ചുണ്ടിൽ കൊണ്ടു നടന്ന പുഞ്ചിരിയും. പഠന മികവ് കൊണ്ട് ചെറുപ്പം മുതലേ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രിയങ്കരി. ചെറുപ്പം മുതലേ പഠിച്ച സ്കൂളുകളിലെല്ലാം സ്കൂൾ ലീഡർ. കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രിയങ്കരിയായി അങ്ങനെ മിഷേൽ ഷാജി വളർന്നു വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ്. പക്ഷെ അതും കഴിഞ്ഞ് മിഷേൽ തീരുമാനിച്ചു ഒരു CA ആകണം. എല്ലാവരും അത്ഭുതപ്പെട്ടു. സയൻസിൽ നന്നായി മാർക്ക് വാങ്ങിയ മിഷേൽ പഠന മാറ്റം. അങ്ങനെ കൊച്ചിയിൽ BCom വിത്ത് CA കോഴ്സിന് ചേർന്നു. എല്ലാവരുടെയും ആശങ്ക മാറ്റിക്കൊണ്ട് ആദ്യ സമയം മുതൽ മിഷേൽ പഠനത്തിൽ മുന്നേറി. 2017 മാർച്ച് 5 ഹോസ്റ്റലിൽ 7 മണിവരെയാണ് ഫോൺ ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. പിന്നീട് മിഷേലിന്റെ കൂട്ടുകാരി വിളിച്ചു. അതോടെ വീട്ടുകാർ അറിഞ്ഞു രാത്രിയായിട്ടും മിഷേൽ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന്. പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാക്കളെ പോലീസ് വട്ടം കറക്കി. പരാതി സ്വീകരിച്ചില്ല. തൊട്ടടുത്തുള്ള കലൂർ പള്ളിയിൽ പോകുന്നുവെന്ന മിഷേലിന്റെ ഫോൺ വിളിയിലെ സത്യം തേടി അന്വേഷണം നടത്താൻ പോലും പോലീസ് തുനിഞ്ഞില്ല. അങ്ങനെ രക്ഷിതാക്കൾ തനിയെ കലൂർ പള്ളിയിലെ CCTVകൾ പരിശോധിച്ചു. അപ്പോഴേക്കും സമയം രാത്രി 12 മണി കഴിഞ്ഞു. ഫോൺ വിവരങ്ങൾ എടുക്കാൻ വീട്ടിലെത്തിയ ഷാജിയോട് ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരേണ്ട എന്ന്. അപ്പോഴേക്കും ഗോശ്രീ പാലത്തിന് താഴെ കായലിൽ നിന്നും മിഷേലിന്റെ ജഡം പോലീസ് കണ്ടെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം ജനറൽ ആശുപത്രിയിൽ നിന്നും മനഃപൂർവ്വം പോലീസ് മാറ്റിയതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ മിഷേലിന്റെ മരണം ആത്മഹത്യയാക്കി ചിത്രീകരിക്കാൻ പോലീസ് തിടുക്കം കാണിച്ചു എന്ന് തന്നെ പറയാം. മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണം നടത്തിയിട്ട് 6 വർഷം ആകാറാകുമ്പോൾ കുടുംബം ഇപ്പോഴും നീതിക്കായുള്ള പോരാട്ടത്തിൽ തന്നെയാണ്. ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും മിഷേലിൻ്റെത് ആത്മഹത്യ ആണ് എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതുവരെ അവരുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. തുടക്കം മുതൽ തന്നെ കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിരുന്നു. അല്ലാതെ ഒരിക്കലും പോലീസുകാർ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു നടന്റെ മകൻ ഉൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്ന് ഷാജി ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതാണ് പോലീസ് നിഷ്ക്രിയരാകാൻ കാരണമായതെന്നും ഷാജി ആരോപിക്കുന്നു. 2017 മാർച്ച് 5 വൈകിട്ട് എറണാകുളം കച്ചേരിപ്പടിയിലുള്ള സെന്റ് തെരേസാസ് ഹോസ്റ്റലിൽ നിന്നും കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് പോയ മിഷേൽ 6:15 പള്ളിയിൽ നിന്നും തിരിച്ചിറങ്ങിയെന്നും രാത്രി 8 എറണാകുളത്തിനും വൈപ്പിനും ഇടയിലുള്ള 2ാമത്തെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം ഈ കണ്ടെത്തൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട മിഷേലിന്റെ കാമുകനായ ക്രോണിന് ഉന്നതരുടെ സഹായം ലഭിച്ചതായി കുടുംബം അന്ന് തന്നെ ആരോപിച്ചിരുന്നു. കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടും ആത്മഹത്യയാക്കി മാറ്റാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതെന്നുമായിരുന്നു അന്നും കുടുംബം ആരോപിച്ചത്. മിഷേലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൃത്രിമം നടന്നിട്ടുണ്ടെന്നും കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു. പല കാര്യങ്ങളും അവ്യക്തമാണ്. കണ്ണുകളുടെ താഴെ നഖം ആഴ്ന്നിറങ്ങിയ പാടുണ്ടെന്നും 2 കൈകളും ബലമായി പിടിച്ചു വച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അന്ന് തന്നെ മിഷേലിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. ഇത്ര മണിക്കൂറുകൾ വെള്ളത്തിൽ കിടന്ന മിഷേലിന്റെ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടാൻ കരയ്ക്ക് കയറി കിടക്കും പോലെയായിരുന്നു മൃതദേഹമെന്നും മിഷേലിന്റെ അമ്മയും പറഞ്ഞിരുന്നു. അന്നവൾ എന്നോട് പറഞ്ഞിരുന്നു എറണാകുളം വരണമെന്ന്. പക്ഷെ അടുത്ത ദിവസം പോകാമെന്ന് കരുതി. പിന്നീട് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഫോൺ വന്നതിന് പിന്നാലെ സംഭവിച്ചതൊന്നും ഓർക്കാൻ പോലും ആകില്ല എന്നായിരുന്നു ആ അമ്മ പറഞ്ഞതും. എന്തായാലും മിഷേലിന്റെ ദുരൂഹമരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും മിഷേലിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ ഇനിയെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ മാതാപിതാക്കൾ.